കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. പാട്ടുകാരൻ പറയുന്നു, നീയല്ലാതെ ഈ ഭൂമിയിൽ വേറെ ഞങ്ങൾക്കൊന്നുമില്ല എന്നാണ് പറയുന്നത്. എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ വാസ്തവമാണ് എന്ന് നാം ചിന്തിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ തക്കോണം ദൈവം നമുക്ക് സാവകാശം നൽകിയിരിക്കുകയാണ്. ഭൂമിയിലുള്ള വിശുദ്ധന്മാർ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പറയുന്നു. നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ഈ ഭൂമിയിലുള്ള ജീവിതം താൽക്കാലികമാണ്, ഏറെയായാൽ 80. അതിനുശേഷമുള്ളതായ പ്രയാസവും ബുദ്ധിമുട്ടുമാണ് ജീവിതം. 70 അത് 80 വരെ അങ്ങോട്ട് ആവറേജ് ലൈഫ് കൊടുത്തിരിക്കുവാണ്. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം എഴുതുന്ന സമയത്ത് തന്നെ അതപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തോന്നിച്ചിട്ടാണ് എഴുതുന്നത്. നമുക്കറിയാം 969 വർഷം വരെ ജീവിച്ചതായ ആൾക്കാരുണ്ട്. അവയിൽ നിന്നൊക്കെ മാറ്റം വന്ന് വരെ നിലനിൽക്കുവാൻ കാരണം ജീവിതം ശുഷ്കിച്ച് വളരെ ജീവിതത്തിൻ്റെ അത് 10-1 ഭാഗമായിട്ട് കുറഞ്ഞിരിക്കുവാണ്. 969 എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 വർഷത്തിന് തുല്യമായിട്ട് അത് കുറഞ്ഞ പേരും 100 വർഷത്തിൽ താഴെയായിട്ട് മനുഷ്യൻ്റെ ജീവിതം പോയി. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആൾക്കാർ പറയും ഇന്നത്തെ ആഹാര രീതി ഇന്നത്തെ ജീവിത ശൈലിയാണ്. അത് ഒരു വിധത്തിൽ ശരിയാണെങ്കിലും മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ സമയത്ത് അവൻ്റെ ഹൃദയധാർഷ്ട്യം, ജീവിതത്തിലുള്ളതായ കുറവുകൾ, തെറ്റുകൾ നിമിത്തം ദൈവത്തിൻ്റെ തത്വത്തിൽ നിൽക്കാതെ ദൈവിക തത്വത്തിൽ മാറ്റി ജീവിച്ചതായ സമയത്ത് അവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സങ്കീർത്തനം 65-ാം സങ്കീർത്തനത്തിൽ ഇന്ന് വായിച്ചു കേട്ടു, നാലാം വാക്യത്തിൽ നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടിപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാ. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടത് നീ തിരഞ്ഞെടുത്തടിപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ പാർക്കണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതായ മനുഷ്യന്മാർക്ക് അവൻ അനേകരെ വിളിച്ചവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം മാത്രമേ. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ എത്രയോ പേരുണ്ടായിരുന്നു വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. നമ്മൾ സാധാരണക്കാരല്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. ആ കാലഘട്ടത്തിൽ നമ്മുടെ കാലഘട്ടം പോലെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടതായ അവസ്ഥയിൽ അബ്രഹാമിൻ്റെ കാലത്ത് വിഗ്രഹാരാധന നടക്കുന്നതായ സ്ഥലത്തു നിന്ന് ഹാരാനിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. തേരഹിൻ്റെ മകനായിരിക്കുന്ന അബ്രഹാം ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് കടന്നു. അപ്പം ദൈവം തിരഞ്ഞെടുക്കുന്നവർ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം കടമപ്പെട്ടവരാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ പിന്മാറി നഷ്ടപ്പെട്ടു പോയാൽ നിത്യജീവനിൽ എപ്പോഴും മാറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടത് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവവുമായിട്ട് ആരാധിപ്പാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ ബാധ്യസ്ഥരാണ്. നമുക്ക് എത്രമാത്രം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. ദൈവിക ചിന്തകളിൽ, ആലോചനകളിൽ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കുന്നു. ഇന്നലെ കുഞ്ഞുമോളെ വേണ്ടി പ്രാർത്ഥന ഉണ്ടായിരുന്നു. എത്ര പേർക്ക് കടന്നു വരാൻ സാധിക്കുന്നുണ്ട്? സ്ഥിരം പല്ലവിയായിട്ടുള്ള കുറച്ച് പേര് മാത്രം. നമുക്ക് പോകുന്നതിനും ദൈവീയമായുള്ള ചിന്തയിൽ
വ്യാപൃതരാകുന്നതിനും പങ്കാളികളാകുന്നതിനും നമ്മുടെ നല്ല മനസ്സ് മാത്രമേ ദൈവസന്നിധിയിലുള്ളൂ. വിളിച്ചു വേർതിരിച്ചവൻ്റെ സൽഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും. തിരഞ്ഞെടുക്കപ്പെട്ടതായ ജാതികളാണ്. അപ്പം തിരഞ്ഞെടുക്കപ്പെട്ടതായ ജാതികളിൽപ്പെട്ടവരെ ദൈവത്തിന് വേണ്ടി വിശ്വസ്തമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മെ തന്നെ സമർപ്പിച്ചേ മതിയാവും. നമുക്ക് എത്രമാത്രം ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാൻ സാധിക്കുന്നു. ഞായറാഴ്ച മാത്രമുള്ള സമർപ്പണമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവികമായുള്ള എല്ലാ പങ്കാളിത്തത്തിലും നമ്മൾ പങ്കാളികളാവുക. ദൈവം നമുക്ക് അവസരങ്ങൾ, സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ തരുന്നുണ്ട്. ഒരു കാലത്ത് നമ്മൾ പറയുമായിരുന്നു സാമ്പത്തിക സൗകര്യം കുറവ്, ശാരീരിക സൗകര്യം കുറവ്, യാത്രാ സൗകര്യം കുറവ്. ഇന്നെല്ലാ സൗകര്യങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ. അതുകൊണ്ട് ദൈവിക വഴിയെ യാത്ര ചെയ്ത് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കേണ്ട അത്യന്തം ആവശ്യമാണ്. കാരണം നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരുവാൻ്റെ കൊണ്ടാണ് നാം ഇരിക്കുന്നത്. ആ നിത്യജീവൻ്റെ പങ്കാളികളാണെങ്കിൽ അവൻ്റെ വചനം കേട്ട് മനസ്സിലാക്കി അത് ഹൃദയസ്ഥമാക്കി ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക. നമുക്ക് പലപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് ഉപാധികളുണ്ട്. അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപാധികളുണ്ട്. ഇന്ന് പോകണ്ട, ദൈവത്തെ ആരാധിക്കേണ്ട, കർത്തൃമേശയിൽ പങ്കാളികളാവേണ്ട. സൈക്കിൾ ഓഫ് ലൈഫിലെ ജീവചക്രത്തിൻ്റെ അംശികളായിട്ട് ജീവചക്രത്തിൽ പങ്കാളികളായാൽ അത് തുടർ ചെയ്യുന്നതായ ഒരു പ്രക്രിയയാണ്. അത് ഹൃദയസ്ഥമാക്കുക, ദൈവവചനം ഹൃദയസ്ഥമാക്കുവാനും അതിന് പ്രകാരം ജീവിക്കണമെങ്കിൽ ആ ഡെഡിക്കേറ്റഡ് ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഞാൻ പോകും, ദൈവത്തെ ആരാധിക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും. കഷ്ടവും നഷ്ടവും പ്രയാസങ്ങളും ഇപ്പോൾ ധാരാളം പേര് പലരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. ആരാധനയോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള താല്പര്യത്തിൽ, ദൈവവും നാമം തമ്മിലുള്ളതായ ബന്ധത്തിലാണ് നമുക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. ബ്രേക്ക് ചെയ്ത് വരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സൈക്കിൾ ഓഫ് ബർത്ത്, അതേപോലെ സൈക്കിൾ ഓഫ് ലൈഫ് തുടർ ചെയ്യുവാൻ ഗുണമാണ്. കേടുവന്ന സൈക്കിളാണെങ്കിൽ അതിൻ്റെ ചക്രത്തിന് കണ്ടീഷൻ അല്ലെങ്കിൽ അത് ചുറ്റില്ല, യാത്ര ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കില്ല. അവിടെ ബ്രേക്ക് വരും. അങ്ങനെ ബ്രേക്ക് വരാതെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ മാത്രമേ നമുക്ക് കർത്താവിനെ ആരാധിക്കാനും. നമ്മൾ പലപ്പോഴും പറയും രോഗമാ, ദുഃഖമാ, പ്രയാസമാ, സാമ്പത്തികത, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആര് കല്യാണം വിളിച്ചാലും അവിടെ ഉണ്ടിയയിൽ പണമിടാനും കല്യാണത്തിൽ പോകും. കഴിവതും മരിച്ചാലും നമ്മൾ അത്യാവശ്യം അവരെയൊക്കെ കാണാൻ പോകും. നാട്ടു സമാചാരം അനുസരിച്ചാണ്. ദൈവസന്നിധിയിൽ ദൈവിക പ്രമാണമനുസരിച്ച് ജീവൻ്റെ പ്രമാണത്തിൽ നടക്കുവാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്. ജീവൻ്റെ പ്രമാണം അനുദിനവും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്പിൽ നമുക്ക് കയറാൻ സാധിക്കുള്ളൂ. നമ്മൾ പറയും ഹാനോക്ക് മരണം കാണാതെ ദൈവത്തോടുകൂടി എടുക്കപ്പെട്ടു. ഹാനോക്ക് ദൈവത്തിൻ്റെ പടികളിൽ കൂടെ ഓരോ പടിയും യാത്ര ചെയ്തിട്ടാണ്. ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ കൈപിടിച്ച് രണ്ടുപേരും അച്ഛനും മോനും നടക്കുന്ന പോലെ അല്ല. അവൻ്റെ തത്വത്തിൽ ദൈവം കൽപ്പിച്ചാക്കി മനസ്സിലാക്കി കൊടുത്തുള്ളതായ ആ വഴികളിൽ കൂടെ ഹാനോക്ക് നടന്നു. പഴയ നിയമ ഭക്തന്മാരെല്ലാം ആ രീതിയിൽ യാത്ര ചെയ്ത് ദൈവസന്നിധിയിൽ നിലനിന്നവരാണ്. ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ളവനായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മെപ്പോലെ സമസ്വഭാവമുള്ളവനായ ഏലിയാവിന് ദൈവസന്നിധിയിൽ നടക്കുന്നതിനും ദൈവത്തോട് ചേർന്ന് വസിക്കുന്നതിനും ഇടയാക്കി. നമുക്ക് എത്രമാത്രം ദൈവസന്നിധിയിൽ ചേർന്ന് നടക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളാണ്. ആയതിനാൽ ഇന്ന് വായിച്ചതായ യോഹന്നാന പുസ്തകത്തിൽ പറയുന്ന പോലെ
ചേർന്ന് വസിക്കുന്നതായ ഒരവസ്ഥ. കർത്താവിനോട് കൂടെ ചേർന്ന് വസിക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ബസ് കയറി വരുമ്പം ഇവിടെ വന്ന് പോകുന്ന സമയത്ത് ബസ് കാത്തു നിന്ന് പോകുന്നുണ്ട്. നമ്മളെ ഒരു ബുദ്ധിമുട്ടാണ്. ബസ്സിന് വേണ്ടി ഓടി വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് കയറി ബസ് പിടിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തോട് കൂടെ വസിപ്പാൻ സാധിക്കുന്നത്. ഒരു ദിവസം ഇവിടെ കൂടി വരുന്ന ഒരു കൂടിവരവ് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്നാണ് ദൈവത്തിൻ്റെ സങ്കീർത്തനം ഇതിൽ നമ്മെ പഠിപ്പിക്കുന്നത്. വേറെ 1000 ദിവസത്തേക്കാൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 3-3.5 കൊല്ലത്തേക്കാൾ മെച്ചമാണ്. നമ്മളതിന് എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് നാം ചിന്തിക്കുക. ദൈവം നമുക്ക് നൽകിയതായ സമയം ആ തക്കത്തിൽ ഉപയോഗിച്ചാൽ കർത്താവിനോടുകൂടെ എന്നും എന്നേക്കും കർത്താവിനോട് വാഴാൻ സാധിക്കും. ഈ ഭൂമിയിലെ വാഴ്ച താൽക്കാലികമാണ്. ഇവിടെ നേരെയായാൽ 80, അതെങ്കിൽ അതിനെ കൂടുതൽ കുറച്ചുകൂടെ ഗ്രേസ് മാർക്ക് ദൈവം ഗ്രേസ് പീരീഡ് നമുക്ക് തന്ന് നമ്മെ മാറ്റിയാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുക്കും വരെയും ഈ ഭൂമിയിൽ വിശ്വസ്തനായിട്ട് അങ്ങനെ ജീവിച്ചാൽ മാത്രമേ താൻ സാധിക്കൂ. ആയതിനാൽ നമ്മുടെ പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് നല്ല മനസ്സുണ്ടാകട്ടെ. നന്നായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കുവാനാകട്ടെ. ഈ വാക്കുകളെ കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇപ്പം മിൽസനപ്പച്ചൻ വന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഞായറാഴ്ച പകൽക്കാലം പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തേണ്ടതിനായി കടന്നു വരുവാൻ ദൈവം നമുക്ക് തന്ന സാവകാശനായി ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കും വേഗം വരുന്നവനും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവും ദൈവപുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. നാം എല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സ്വന്തം ആടുകളാണ്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ വിശുദ്ധന്മാർ. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. എന്താണ് വിശുദ്ധി? എങ്ങനെയാണ് വിശുദ്ധി? എന്തിനാണ് വിശുദ്ധി? ഈ കാര്യത്തെക്കുറിച്ചെല്ലാം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധരായ ജനം, ഈ ജനം രാവിലെ പള്ളിയിൽ പോകുമ്പോൾ, വിശുദ്ധന്മാർ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ, അല്ലാത്തവരും വിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്നവരും പള്ളിയിൽ പോകുമ്പോൾ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പറ്റം അത് ഈ വെളുത്ത താറാവുകൾ വെള്ളത്തിൽ കൂടെ നീന്തി പോകും പോലെ. എന്തൊരു ഭംഗിയായിരുന്നു എന്നൊക്കെ കാണാൻ. എല്ലാവരും വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് വെളുത്ത വസ്ത്രത്തോടു കൂടി, ആ സന്തോഷത്തോടു കൂടി, ഒരു ഉന്മേഷത്തോടു കൂടി വളരെ വേഗത്തിൽ പള്ളിയിലേക്ക് പോവുക, ആരാധനാ സ്ഥലത്തേക്ക് കടന്നു വരിക, ദൈവത്തെ ആരാധിക്കുക. അതൊരു മധുരതരമായ ഒരു അനുഗ്രഹപൂർണമായ മധുരമായ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു അന്നെല്ലാവരും. ഇന്ന് നേരെ തിരിഞ്ഞു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. പലപ്പോഴും പലർക്കും അബദ്ധം അല്ലെങ്കിൽ തെറ്റായി ചിന്തിക്കുന്ന ഒന്നാണ് ഈ വാക്യത്തിൻ്റെ സാരാംശത്തിലേക്ക് വരുന്നത്. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. ചിലർക്ക് ഈ വെള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ അലർജിയാണ്. വെള്ള വസ്ത്രം ചിലർക്ക് ഇഷ്ടമല്ല. അതിന് ചില കാരണം. ഈ വസ്ത്രം വെള്ളയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ആത്മീകമായി ചിന്തിക്കുമ്പോൾ ഈ ഉടുത്തിരിക്കുന്ന മുണ്ടും ഷർട്ടും അല്ല വെള്ളയായിരിക്കേണ്ടത്. പിന്നെയോ മനസ്സ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ആ മനുഷ്യൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം വെള്ളയായിരിക്കും.
എന്ന് പറഞ്ഞാൽ വിശുദ്ധനായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ദൈവം പറയുന്നത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ വിശുദ്ധനായിരിക്കണം, വെള്ള വസ്ത്രം ധരിച്ചിരിക്കണം. എല്ലായ്പ്പോഴും വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ഒരു കൽപ്പനയല്ല, അതൊരു പ്രത്യേക ഉപദേശവുമല്ല. പക്ഷെ വെള്ളവസ്ത്രം ധരിക്കുന്നത് ഒരു ആനന്ദകരമായ അവസ്ഥയായിട്ട് ഇത് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാരണം, അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് വരുമ്പോൾ സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കാണാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിച്ചു കൊള്ളുക. യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. യൗവനക്കാർക്ക് വളരെ സന്തോഷം കൊടുക്കുന്ന ഒരു വാക്യമാണ്. യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. നിന്റെ യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. ഇവിടെ കൊണ്ട് നിർത്തരുത്, അതിൻ്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ചുരുക്കത്തിൽ ഒരു ന്യായവിസ്താരം എല്ലാവരുടെയും മുൻപിലുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഓരോരുത്തൻ ചെയ്ത പ്രവൃത്തികൾ നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരും കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപാകെ ചെല്ലേണ്ടതാണ്. ഈ കാര്യം യൗവനക്കാരോട് പറയാതെ ബാക്കി മാത്രം പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. എന്തു പറഞ്ഞാലും പരിഹസിക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് യൗവനക്കാർക്കുള്ളത്. എന്തു പറഞ്ഞാലും പരിഹസിക്കും. രക്ഷിക്കപ്പെട്ടു എന്ന് നടിക്കുന്ന, ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന, വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, വേർപെട്ടവർ എന്ന് അഭിമാനിക്കുന്നവരും ഇതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. പരിഹാസം. ഞാൻ ഈ അടുത്ത ദിവസം ഇങ്ങനെ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുസ്തകത്തിൽ ഈ പരിഹാസിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ പുസ്തകം വായിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു. പരിഹാസത്തെക്കുറിച്ച് ചിന്തിച്ചു. പൊങ്ങച്ചം പറയുന്നത് പരിഹാസത്തിൻ്റെ മറ്റൊരു രൂപഭേദമാണ്. പൊങ്ങച്ചം പറയുക. പൊങ്ങച്ചത്തിന് ഇന്നൊരു പുതിയ പേരുണ്ട്, തള്ള്. തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു പേരാണ് തള്ളു പറയുക, തള്ളിക്കൊണ്ട്. ആ പഞ്ചായത്ത്, പട്ടിക്കാട് പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഒരു മരത്തേൽ അവിടെ ചുറ്റിലും ഇത് കെട്ടിയിട്ടുണ്ട്, മരത്തിന് ചുറ്റും കെട്ടി ഇരിക്കാൻ ഭാഗത്തിനാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് തൂങ്ങുന്നുണ്ട്, അതിലെഴുതിയിരിക്കുന്നത് തള്ളുമൂല എന്ന്. ഈ തള്ളെന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക, വലിയ 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 ആളാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കുക. വാസ്തവത്തിൽ ഇത് ശരിയാണ്. അവർ പരിഹാസികളാണ്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ആരായാലും ശരി, മറ്റൊരുത്തനെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി ഏത് വിധത്തിലുള്ള വർത്തമാനം പറഞ്ഞാലും, ഞാൻ വലിയവനാണ് എന്ന ഭാവം പ്രകടിപ്പിക്കുന്നത് പറഞ്ഞാലും, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തു പറയുന്നുവിലും വാവിഷ്ഠാണക്കാരനായി തീരുന്നവൻ ആരാണോ അവൻ്റെ മുൻപാകെ ഇരിക്കരുത്, അവനുമായി സംസർഗമില്ല. അപ്പോൾ വിശ്വാസി ആയ വിശുദ്ധനായ ദൈവ പൈതൽ യാതൊരു കാരണവശാലും ഇതിൽ ഇടപെട്ടരുത്. ഈ പൊങ്ങച്ചം പറയാനും ഇതിനൊന്നും നമുക്ക് നേരമില്ല. സാർ ആദ്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, വളരെ വ്യക്തമായി സൂചിപ്പിച്ചു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അവൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ വിശുദ്ധന്മാരാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഇവിടെ നിങ്ങൾ വിശുദ്ധന്മാരാണ്. വിശുദ്ധന്മാരായ നിങ്ങളുടെ അശുദ്ധിക്കൊത്തവണ്ണം നിങ്ങൾ പോകരുത്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ, നിന്റെ വിശുദ്ധമായ വസ്ത്രത്തിൽ, നിന്റെ വെള്ള വസ്ത്രത്തിൽ അഴുക്ക് ഉണ്ടാകരുത്.
അഴുക്കെന്ന് പറയുമ്പോൾ ചെളി പിടിക്കരുത്. ലോകത്തിൻ്റെ മാലിന്യങ്ങൾ നിന്റെ വിശുദ്ധ വസ്ത്രത്തിൽ തെറിച്ചാൽ അതിൽ ചെളിയുണ്ടാകും. അതിൽ പൊടി പിടിക്കരുത്, അതിൽ കറ പുരളരുത്. മോശമായ പ്രവർത്തനങ്ങൾ മൂലം ദൈവത്തെ ദുഃഖിപ്പിക്കാൻ ഇടയാവുമ്പോൾ അത് നിന്റെ വസ്ത്രത്തിലെ കറയായി രൂപാന്തരപ്പെടും. ഈ കറ നിന്റെ ജീവിത വസ്ത്രത്തിൽ ഉണ്ടാകരുത്. നിന്റെ ജീവിതത്തിൻ്റെ വസ്ത്രമാകുന്ന വസ്ത്രം എപ്പോഴും ശുഭ്രമായിരിക്കണം, വെള്ള വസ്ത്രമായിരിക്കണം. ഈ വെള്ള വസ്ത്രത്തിന്മേൽ കറ പുരളരുത്, ചെളി തെറിക്കരുത്. അതുകൊണ്ട് സൂക്ഷിച്ചു നടക്കണം. ചെളി പിടിക്കാതെ, കറ പുരളാതെ നിങ്ങളുടെ ജീവിതമാകുന്ന വെള്ളവസ്ത്രം നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടേയിരിക്കുക. ഇല്ലെങ്കിൽ അതിന് സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സഭാപ്രസംഗിയുടെ പ്രസംഗകാരൻ പറയുന്നു, ഇതൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിധിയിലേക്ക് നടത്തും. നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്തത് ഒക്കെയും നിമിത്തം, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് നമുക്ക് ആരെങ്കിലും ഓർമ്മയുണ്ടോ? ആ ദിവസത്തെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ നീ ആരാണ്? ഞാൻ വിശുദ്ധനാണ്. എങ്ങനെ വിശുദ്ധനായി? അവൻ വിളിച്ച് മാറ്റി നിർത്തിയത്. അവരെന്തിനു വിളിച്ചു? അവൻ്റെ സദ്ഗുണങ്ങളെ ജാതികളുടെ ഇടയിൽ ഘോഷിക്കേണ്ടതിനായി വിളിച്ചു. അതിന് ഞാൻ എന്തു ചെയ്യണം? എനിക്ക് പറ്റുന്നിടത്തോളം അവനെക്കുറിച്ച് പറയുവാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്, ഇന്ന് ഇവിടെ ഉള്ളതുകൊണ്ട്, നിവൃത്തിയുണ്ടെങ്കിൽ പറയണം, കേൾക്കാൻ താല്പര്യമുള്ളവരോട് പറഞ്ഞ് അറിയിച്ചുകൂട്ടി. അതിന് പറ്റുന്നില്ല എങ്കിൽ ഞാൻ ആരാണ്? എൻ്റെ വസ്ത്രത്തിൽ കറ പുരണ്ടിരിക്കും. കറ പുരണ്ടവൻ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവൻ്റെ ജീവിതം കറ പുരണ്ടതാണ്. അമ്മോന്യനെ കുറിച്ച് പറയുമ്പോൾ അത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലാണ് കുറച്ച് വൃത്തിയായി പറഞ്ഞിരിക്കുന്നത്. അവിടെ അമ്മോന്യനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അമ്മോന്യൻ പരിഹാസിയാണെന്ന് ആണവിടെ. അമ്മോന്യൻ പരിഹസിക്കും. ഈ അമ്മോന്യൻ പരിഹസിക്കും. മോവാബ്യനും പരിഹാസികളുടെ കൂട്ടത്തിൽപ്പെട്ടവൻ. എന്തുകൊണ്ട് അമ്മോന്യനും മോവാബ്യനും പരിഹാസികളുടെ ഇനത്തിലേക്ക് പോയി? എന്തുകൊണ്ട് മറ്റുള്ളവരെക്കാൾ കൂടുതലായി അവർ പരിഹാസികളാണെന്ന് വചനത്തിൽ എടുത്തു കാണിച്ചിരിക്കുന്നു? അതിന് കൃത്യമായ ഒരു ഉത്തരമുണ്ട്. അവരുടെ ജന്മം, അവർ ജനിച്ചത് മോശമായ രൂപത്തിൽ ജനിച്ചുകൊണ്ട് അവർ പരിഹാസികളായി മാറിപ്പോയി. അവർക്ക് പരിഹസിക്കാനേ അറിയൂ. കാരണം അവർ പരിഹസിക്കുന്നതിൽ, ഇന്നത്തെ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുന്നത്, ഞാൻ ചെയ്ത തെറ്റ് അത് മറ്റുള്ളവൻ അറിയാതിരിക്കാൻ ഞാൻ അവനെ കുറ്റം പറയും, അവൻ ചീത്തയാണ് എന്ന് പറയും. ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ എതിരിൽ നിൽക്കുന്നവൻ അവനത് ബോധ്യപ്പെടാതിരിക്കാൻ ഞാൻ അവനെ കുറ്റം പറയും. അപ്പോൾ കുറ്റം എൻ്റേതാണ്. എൻ്റെ കുറ്റം ഞാൻ മറച്ചു വയ്ക്കുവാൻ വേണ്ടി ഞാൻ മറ്റുള്ളവരെ അപമാനിക്കുന്നു, പരിഹസിക്കുന്നു. ദൈവമക്കൾക്ക് ഇത് യോഗ്യമല്ല. പറയുന്നു എങ്കിൽ വാവിഷ്ഠാണക്കാരൻ എന്ന് പറഞ്ഞാൽ വായിൽ തോന്നിയതുപോലെ പറയാതിരിക്കുന്നവനായിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിലും ലേഖനങ്ങളിലും പലയിടത്തും വാവിഷ്ഠാണക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. വാവിഷ്ഠാണക്കാരൻ ഒരു നാളും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വചനം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറയും. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. നിന്റെ ജീവിത വസ്ത്രം വെള്ളയാണ് എങ്കിൽ ആ വെള്ള വസ്ത്രത്തിൽ അഴുക്ക് പുരളുവാൻ അവസരം കൊടുക്കരുത്. അതിൽ നിന്നും വളരെ സൂക്ഷ്മതയോടെ പിന്മാറി നടന്നേ മതിയാകൂ. എന്തിനും ഏതിനും പരിഹസിക്കുന്ന ആ സ്വഭാവം ശരിയല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പരിഹാസിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ പരിഹാസിയെ നീക്കിക്കളക, അപ്പോൾ വഴക്കുണ്ടാകുകയില്ല. സദൃശവാക്യത്തിൽ അങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പരിഹാസിയെ നീക്കിക്കളയുക. അപ്പോൾ നീക്കിക്കളയേണ്ട ഒന്നാണ് ആ വെള്ള വസ്ത്രത്തിൽ അഴുക്കു പുരണ്ടു എന്ന് നമുക്ക് തോന്നിക്കുവാൻ പറ്റുന്ന വിധത്തിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്ന, സ്വയം പരിഹാസിതരായ വിശുദ്ധൻ എന്ന് അവകാശപ്പെടുന്നു. അവരോട് കൂട്ടുകൂടാൻ പാടില്ല. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാം,
പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പോൾ പരിഹാസി എന്ന് പറയുന്നവൻ വെള്ള വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടവനാണ്. ഈ അഴുക്ക് നീക്കിക്കളയുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വെള്ളവസ്ത്രം അഴുക്ക് പുരളാതെ, കറ പുരളാതെ, ലോകത്തിൻ്റെ മാലിന്യങ്ങൾ അതിൽ പറ്റാതെ വളരെ കൃത്യമായി വ്യക്തമായി നിങ്ങൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഞാൻ ദൈവപൈതലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലകുലുക്കി നടക്കുന്നുണ്ടായില്ല. നിന്റെ ജീവിതത്തെ ദൈവം പരിശോധിക്കുമ്പോൾ, ഈ അടുത്ത ദിവസം ഞാനൊരു ഉപദേശിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരുടെ സഭയിൽ ആഴ്ചയിലൊരിക്കലാണ്, മാസത്തിലൊരിക്കലാണ് കർത്തൃമേശ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അതിപ്പോൾ 3 മാസത്തിലൊരിക്കലാക്കാനായിട്ടാണ് തീരുമാനിക്കുന്നത്. നല്ലതാണ്, കുഴപ്പമില്ല. ഈ എങ്ങനെയെങ്കിലും ജീവിക്കുന്നവന് എന്തും ചെയ്യാം, അത് അവന് കുഴപ്പമില്ല, ആയിക്കോ, എനിക്ക് വിരോധവുമില്ല. എന്നുവെച്ചാൽ അയാൾ എന്നോട് പറഞ്ഞു, 3 മാസത്തിലൊരിക്കൽ ഒരു ഞായറാഴ്ച തിരഞ്ഞെടുത്തിട്ട് ഒരു ഒരുക്കം ഒക്കെ നടത്തി വിശുദ്ധിയെ അശുദ്ധമായതെല്ലാം ഒന്ന് കഴുകിക്കളയാനായിട്ട് ഒരു 2-3 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തി, എന്നിട്ട് കർത്തൃമേശ നടത്തിയാൽ അതിലൊരു അനുഗ്രഹമുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു, ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ? ഉപവാസം എന്ന് ദൈവത്തോടു കൂടെ വസിക്കുക. അപ്പോൾ ഈ 3 മാസത്തിലൊരിക്കൽ 3 ദിവസം ദൈവത്തോടു കൂടെ വസിക്കും, ബാക്കി ദിവസമൊക്കെ സൗകര്യം പോലെ. ഈ സൗകര്യം പോലെയൊക്കെ വസിക്കുമ്പോൾ ആഴ്ചയിലൊരിക്കൽ കർത്തൃമേശ നടക്കും, 3 മാസത്തിലൊരിക്കൽ കർത്തൃമേശ നടക്കും. അപ്പോൾ ഈ 3 മാസത്തിൽ ആകപ്പാടെ ഈ ഇവിടെ പള്ളിക്കകത്ത് വന്നിരിക്കുന്നത് സമയം മാത്രമേ കർത്താവ് ദൈവത്തോടു കൂടെ വസിക്കുന്നുള്ളൂ. ആ സമയത്ത് വാസം ചെയ്യാൻ നിന്റെ കൂടെ കർത്താവിന് വരാൻ മനസ്സില്ലെങ്കിലോ നിന്റെ ഈ ഉപവാസ പ്രാർത്ഥന സ്വീകരിക്കും എന്നുള്ളതിന് എന്താ ഉറപ്പ്? അങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ, ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ 1 മാസം കഴിയുമ്പോൾ കർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എടുക്കപ്പെടുകയില്ല. എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടിയിരിക്കുന്നു വിശ്വാസി. നിന്റെ ജീവിത വസ്ത്രത്തിൽ കറ പുരളാതെ, അതിൽ ചെളി തെറിക്കാതെ എപ്പോഴും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടി. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ പള്ളിയിൽ ഇങ്ങോട്ട് ഇവിടെ വെച്ച് തങ്കമ്മ ചേച്ചിയും ഞാനും ഒക്കെ കൂടെ നിൽക്കുമ്പോൾ വർത്തമാനം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വയസ്സ് തമ്മിലുള്ളൊരു അനുപാതം പറഞ്ഞു. അപ്പോൾ വറീസാറാണെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ എന്താകാനാ, അങ്ങോട്ട് പോകാനായിട്ട് സമയം നോക്കിയിരുന്നാൽ മതി. അതിനൊരുക്കമാണെന്ന് ഞങ്ങളും പറയും. എപ്പോഴും ഒരുങ്ങിയിരിക്കുക. വയസ്സായവർ മാത്രമല്ല, യുവാക്കന്മാരല്ല, യുവതികളെന്നല്ല, എല്ലാവരും എപ്പോഴും ഒരുങ്ങിയിരിക്കുക. എന്തുകൊണ്ട് ഒരുങ്ങിയിരിക്കണം? കർത്താവ് എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടു, ഏറെക്കുറെ 136 പേര് കർത്താവ് വരുന്ന സമയവും തീയതിയെല്ലാം കൃത്യമായി പ്രവചിച്ചു പറഞ്ഞു. ഈ സമയത്തൊന്നും കർത്താവ് വന്നില്ല. അവരൊക്കെ പ്രവചിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രവചനം കൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയ കാര്യം അതാണ്. അവർക്ക് ഒത്തിരി പണം സമ്പാദിച്ചു ഈ പറഞ്ഞതുകൊണ്ട്. ഒത്തിരി പേര് അവരുടെ പണമൊക്കെ കൊണ്ടുവന്ന് ഈ പ്രവചിച്ച ആൾക്ക് കൊടുത്തു. അയാൾ സമ്പന്നനായി. സമയത്തോ ആരും വന്നില്ല. ചിലർ പ്രവചിച്ച് പറഞ്ഞ് കർത്താവ് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയൊക്കെ കൂടായിരുന്നു. കർത്താവ് വന്നില്ല, കർത്താവ് വന്നില്ല ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ആത്മഹത്യ ചെയ്തു എന്നാണ് മറ്റൊരു വാർത്ത വായിച്ചത്. എന്തെല്ലാം വിഡിത്തങ്ങൾ, എന്തെല്ലാമാ പറയുന്നത്. കർത്താവ് പറഞ്ഞു, കർത്താവ് ഒരു കാര്യം പറഞ്ഞു. കർത്താവല്ല പറഞ്ഞ് ആകാശത്തേക്ക് നോക്കി നിന്ന തൻ്റെ ഭക്തന്മാരായ ശിഷ്യന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് അവൻ പോയതുപോലെ വീണ്ടും വരും. ഈ വീണ്ടും വരുന്നത് എന്നാണ്, എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. അതിന് ഓരോരുത്തരും ഓരോരോ സമയങ്ങൾ ഉണ്ടാക്കി വരും വരും വരും, ഇന്ന ദിവസം വരും. 136 പേർ ഇതുവരെയും ഈ 2000 വർഷത്തിൻ്റെ ഇടയ്ക്ക് പ്രവചിച്ചു, ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് കർത്താവ് വരും. പക്ഷെ വന്നില്ല. നമ്മുടെ ഈ അടുത്തിടെ വിദ്വാൻ കുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്, ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ മനുഷ്യന് ഇതുപോലെ ഒരിക്കൽ പ്രവചിച്ചാണെന്നാണ് പറയുന്നത്. പക്ഷെ കർത്താവ് വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല എന്നല്ല ചോദ്യം. നിങ്ങൾ വിശ്വസിക്കുന്നുവോ വരും എന്ന്? ഞാൻ വിശ്വസിക്കുന്നു.
പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വരും. ഇത് ഉറപ്പായി വരും. പക്ഷേ അറിയാതെ പോയാൽ എന്തുകൊണ്ടായിരിക്കാം? ജീവിത വസ്ത്രത്തിൽ കറ പുരണ്ടവൻ അറിയില്ല വരുന്നത്. എല്ലാം പോയി കഴിയുമ്പോൾ, ആർപ്പുവിളി കഴിഞ്ഞു കഴിയുമ്പോൾ ഇവന് ഉണർന്നെഴുന്നേൽക്കും. നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കയറുവാൻ വേണ്ടി കൊടുത്ത സമയം കഴിഞ്ഞു. ദൈവത്തിൻ്റെ ദൂതൻ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. മഴ തുടങ്ങി. അപ്പോൾ പെട്ടകത്തിൽ വന്ന് മുട്ടാൻ തുടങ്ങി ഒത്തിരി പേര്. ഞങ്ങളെയും കേട്ട് വാതിലടച്ചു. കൃപയുടെ വാതിൽ അടഞ്ഞിരിക്കുന്നു. രക്ഷാമാർഗം അടഞ്ഞിരിക്കുന്നു. ഇനി നിനക്ക് രക്ഷയില്ല. നിനക്ക് രക്ഷിക്കപ്പെടുവാൻ ഈ ഭൂമിയിൽ തന്ന സമയം നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചു. വചനത്തിൽ വാക്യമുണ്ടല്ലോ, യൗവനക്കാരാ നിന്റെ യൗവനകാലത്ത് നീ ഇഷ്ടം പോലെ നടന്നു, ബോധിച്ച വഴികളിൽ കൂടെ ഒക്കെ നടന്നു. പക്ഷേ അതിൻ്റെ അടിയിലുള്ളത് വായിച്ചില്ല. ഇതൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തേക്ക് നടത്തും. നീ ചിന്തിച്ചു നോക്കൂ. നാം ന്യായവിസ്താര സഭയുടെ മുൻപിൽ നിൽക്കേണ്ടവരാണോ? ന്യായവിസ്താര സഭയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ നിങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? എനിക്കായി ജീവിതത്തിൽ കഷ്ടങ്ങളും ത്യാഗങ്ങളും അനുഭവിച്ച് എൻ്റെ കൽപ്പനകളെ പാലിച്ച എൻ്റെ പ്രിയ മകനെ, ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദം നിങ്ങൾ കേൾക്കുമോ? അതോ ദുഷ്പ്രവർത്തിക്കാരായ നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടു പോകുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, ഇതാണോ കേൾക്കാൻ പോകുന്നത്? ഇതിലേത് കേൾക്കും? ഇവിടെ കയറി വരുവീൻ എന്ന ദൈവ ശബ്ദം കേൾപ്പതിനു വേണ്ടി ഒരുങ്ങി നീ ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവീൻ ദൈവ ശബ്ദം കേൾപ്പതിനു വേണ്ടി ഒരുങ്ങി നീ ഉണർന്നിടുന്നുവോ? യേശുവാരുന്നേ പൊന്നേശുവാരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. ലോകത്തിൻ്റെ ശക്തികൾ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും പറയുന്നു, ഇതാ ഇസ്രായേൽക്കാരൻ എല്ലാം യുദ്ധം ശരിയായി, കർത്താവിൻ്റെ വരവ് ആസന്നമായി ഉടനെ വരും. ഇത് പറഞ്ഞുകൊണ്ട് ഒരു ഇച്ചിരി പ്രായമായ ഒരു മനുഷ്യൻ, എന്നെപ്പോലെ തന്നെ പ്രായമായ ഒരാൾ എന്നോട് ഒന്ന് പറഞ്ഞു, പാസ്റ്ററെ ഒരുങ്ങിക്കോ, ആയി സമയമായി. അപ്പോൾ ഇത്രയും കാലം ഒരുങ്ങിയില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും കാലം ബോധിച്ച വഴികളിൽ കൂടിയൊക്കെ നടക്കുകയായിരുന്നു, ഇനിയിപ്പോൾ ഒരുങ്ങാൻ സമയമില്ല. ഇത്രയും കാലമായില്ലേ? ഇത്രയും കാലവും വേണ്ടാത്ത കർത്താവ് ഈ അവസാന കാലത്ത് നിന്റെ വിളിക്കും. നീ അങ്ങ് ചെന്ന കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ കർത്താവ് വാതിലങ്ങ് തുറക്കുമോ? തുറക്കില്ല. കൃപയുടെ വാതിൽ അടയ്ക്കാൻ പോകുന്നു. കൃപയുടെ വാതിലിൻ്റെ ഇത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രവേശനമില്ല. ഇപ്പോഴാണ് രക്ഷാസമയം, ഇപ്പോൾ തന്നെ സുപ്രസാദ കാലം എന്ന് വചനം പറയുന്നുവെങ്കിൽ ആ ഇപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളുടെ ജീവിത വസ്ത്രം അത് എപ്പോഴും വെള്ളയായിരിക്കട്ടെ. അതിൽ കറ പുരളരുത്, അഴുക്ക് പറ്റരുത്, പൊടിയും പിടിക്കരുത്. പൊടി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ആ സ്നേഹബന്ധം, അത് ഇങ്ങനെ ദ്രവിച്ചതുപോലെ ആയി സ്നേഹമില്ലാതാകുന്ന അവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഈ വസ്ത്രത്തിൽ പൊടി പിടിക്കാനിടയാണ്. പൊടി പിടിക്കാതെ നോക്കണം. ഇങ്ങനെയുള്ള ജീവിത വസ്ത്രം ധരിക്കുന്ന നിങ്ങളെ മറ്റുള്ളവർ നോക്കിക്കാണാനിടയാകും. നിങ്ങൾ ജീവനുള്ള ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. ക്രിസ്തുവിൻ്റെ പത്രം മഞ്ഞപത്രമാകരുത്. അത് നല്ല ശോഭയുള്ള തെളിവുള്ള വസ്ത്രങ്ങളായിരിക്കണം. മഞ്ഞപത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ ലോകത്ത് ഒത്തിരി പത്രങ്ങളുണ്ട്. ഇതിൽ മഞ്ഞപത്രങ്ങളുണ്ട്. അത് ഈ അശ്ലീലമൊക്കെ എഴുതി വേണ്ടാധീനം എഴുതി വിടുന്ന, അച്ചടിച്ച് വിടുന്ന പത്രങ്ങളെയാണ് മഞ്ഞപത്രം എന്ന് വിളിക്കുന്നത്. നീ അങ്ങനെയുള്ളവരായിരിക്കരുത്. നിങ്ങൾ മഞ്ഞപത്രത്തിൻ്റെ ഉടമകളാകരുത്. എല്ലാവരും തെളിവോടെ വായിക്കാൻ പറ്റുന്ന ഈ ജീവനുള്ള ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മാറണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിത വസ്ത്രം വെള്ളയോ അതോ നിറം മങ്ങിയത്? ഞാൻ വെള്ളവസ്ത്രത്തെക്കുറിച്ച് ധരിച്ചപ്പോൾ ഞാൻ വായിച്ച പുസ്തകത്തിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ വിജയാഘോഷ ദിവസങ്ങളിൽ ലോകം മുഴുവനും ആ പ്രദേശം എല്ലാ റോമക്കാരും വെള്ളവസ്ത്രം മാത്രമേ ധരിക്കാറുള്ളൂ. ഒരിക്കലൊരു ഉപദേശി പ്രസംഗിക്കുന്ന കേട്ടു, വേർപാട് സഭകളുടെ വിജയ രഹസ്യം വെള്ളവസ്ത്രമാണ്.
ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഓർക്കാറുണ്ട്, ഈ അമ്മച്ചിമാർ പള്ളിയിൽ പോകുമ്പോൾ വെളുത്ത ചട്ടയും വെളുത്ത മുണ്ടും ഒക്കെ ഇട്ട് വെളുത്ത ഒരു ഡാവണി പോലെ ഒരു ഇത് ഇട്ടുകൊണ്ട് പോകുന്നത്. അമ്മയുടെ വീട് പറവൂരായിരുന്നു ആ കാലഘട്ടത്തിൽ. കൊട്ടയ്ക്കാവ് പള്ളിയിൽ നിന്ന് കുർബാന കഴിയുമ്പോൾ ഈ അമ്മച്ചിമാരിങ്ങനെ റോഡിൽ കൂടെ പോകുന്നതാണ്, ഓരോ സംഘമായിട്ട് നോക്കി നിന്നു. ഒത്തിരി പല പ്രാവശ്യം ഇത് നോക്കി നിൽക്കാനായിട്ട് പോയി അവിടെ നോക്കി നിന്നിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന അവസ്ഥ. എന്നാലും ഒരു മർത്തോമക്കാരൻ പറഞ്ഞു, പെമ്പിള്ളേർ കടയിൽ വരുമ്പോൾ തന്നെ അവർക്ക് സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ നാണമാകുക. അയാളാണ് പറഞ്ഞത്. ആ കടക്കാരൻ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു, മർത്തോമാ സഭയിലെ 16ഓളം പുരോഹിതന്മാരും അതുപോലെ തന്നെ മെത്രാന്മാരും കൂടി മാർപ്പാപ്പയെ കാണാൻ പോയിരിക്കും. എന്തിന്? ഒരു കാലത്ത് മർത്തോമാ സഭയിലേക്ക് വന്ന സുവിശേഷ വിഹിത സഭ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തള്ളിക്കളഞ്ഞ പ്രസ്ഥാനമാണ് മർത്തോമാ പ്രസ്ഥാനം. അവരായിരുന്നു അന്ന് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി നിന്നത്. ഇപ്പം എൻ്റെ ചിന്താഗതികൾ, ഞാൻ പഠിച്ച ചില പുസ്തകങ്ങളെ താടുകൾക്കുള്ളിലൂടെ പോയി. അർക്കിദിയാക്കോന്മാർ, ഇന്നത്തെ ക്രിസ്തു സഭയെ, അന്ന് മലയാളമില്ല കേരളമില്ല ഒന്നുമില്ല, മലൈ എന്നാണ് ഈ പ്രദേശങ്ങൾക്ക് അറിയപ്പെടും. മലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ കന്യാകുമാരി മുതൽ കൊച്ചി ഭാഗങ്ങൾ വരെയുള്ള പ്രദേശങ്ങളെ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് മലൈ. തമിഴ് വാക്കാണ് മലൈ. ഇവിടെ മലയാളമൊന്നുമില്ല എന്ന്. മലയാളം കലർന്ന തമിഴാണ്. ഈ തമിഴും മലയാളവും കൂടിയ ഈ ഭാഗത്തുള്ള ക്രിസ്തു സഭയെ നയിച്ചുകൊണ്ടിരുന്നത് അർക്കിദിയാക്കോന്മാർ എന്ന് പറയുന്ന ആൾക്കാരാണ്. 1640 അവസാനത്തെ അർക്കിദിയാക്കോനായ ഗീവർഗീസ് അർക്കിദിയാക്കോൻ്റെ കാലശേഷം ആ സമയത്താണ് ഇവിടെ കത്തോലിക്ക സഭ ഉണ്ടാകുന്നത്. ആ കത്തോലിക്ക സഭ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ 465 പേരായിരുന്നു അവരുടെ അംഗസംഖ്യ. ഇന്നോ ഇത്രയും ഇത് വളർന്നു വലുത് എങ്ങനെ ഒത്തിരി പേരെ പീഡിപ്പിച്ചു. ഈ പീഡനത്തിൽ ഉൾപ്പെട്ടവരാണ് മർത്തോമാക്കാർ. ഈ പീഡനത്തിൻ്റെ സഹികെട്ടവർ കൊച്ചിയിലെ കൂനംകുരിശിൽ കയറ് കെട്ടിപ്പിടിച്ച് എല്ലാവരും കൂടി പിടിച്ച് സത്യം ചെയ്തു. കൂനംകുരിശ് സത്യം. ഈ പീഡനമൊക്കെ നടന്നു കഴിഞ്ഞ് ഈ മർത്തോമാക്കാർ ഈ പീഡനത്തെ എല്ലാം അവഗണിച്ച്, അന്നത്തെ പീഡനത്തിൻ്റെ അവസ്ഥ, അന്നൊക്കെ ഈ വീട് തീപ്പെട്ടി അപൂർവമാണ്. അപ്പോൾ ഒരു വീട്ടിൽ തീ ഉണ്ടാകും. ആ തീ ഉണ്ടാകുമ്പോൾ ഈ പുക മേലോട്ട് പോകുമ്പോൾ എല്ലാവരും കാണും ആ പരിസരത്ത്. അപ്പോൾ തീ ഇല്ലാത്തവരൊക്കെ ആ വീട്ടിൽ ചെന്ന് തീ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. ചിലർ ചൂട്ട് കെട്ടിക്കൊണ്ടുപോകാൻ ചൂട്ട് കത്തിച്ചു കൊണ്ടുപോകും. ചിലർ ചകിരിക്കകത്ത് കുറച്ച് ചാരവും കുറച്ച് തീയും കൂടെ ഇട്ട് കത്തിച്ചു കൊണ്ടുപോകും. ഇതിന് തീ കൊടുക്കുക. പക്ഷേ മർത്തോമാക്കാരന് തീ കൊടുക്കാൻ പാടില്ല, സഭയുടെ നിർദ്ദേശമായിരുന്നു. അതുപോലെ തന്നെ കുടിക്കുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല, അതൊരു നിർദ്ദേശമായിരുന്നു. അങ്ങനെ വെള്ളവും തീയും കുടുംബവും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നിടത്തു നിന്ന് അതിജീവിച്ച് വന്ന മർത്തോമാക്കാരൻ. അവർ ദൈവമക്കളാണെന്നോ വിശുദ്ധന്മാരാണെന്നോ ഇത് അല്ല എന്നോ ആണ് എന്നോ ഞാൻ വാദിക്കുന്നില്ല, തർക്കിക്കുന്നില്ല, വാവിഷ്ഠാനക്കാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ചിന്തകൾ ആ കാലഘട്ടത്തിലേക്ക് കടന്നു ചെന്നു. ഞാൻ ജനിക്കുന്നതിനൊക്കെ മുമ്പാണ് മർത്തോമാക്കാരന് സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നത്. അതെൻ്റെ അപ്പച്ചൻ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അത്രയും പീഡനങ്ങളുടെ നടുവിൽ നിന്ന് അവരുടെ കാല് പിടിക്കാൻ പോയേക്കാം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ സഭയിൽ, അവരുടെ സഭയിൽ, അയാളും മർത്തോമാക്കാരൻ തന്നെ, അവരുടെ സഭയിൽ വീട് എന്നൊന്നും ഇല്ലാത്ത ദരിദ്രന്മാരായ 6 കുടുംബങ്ങളുണ്ട്. ഇവർ അവിടെ പോയി തിരിച്ച് ഇതെല്ലാം കൂടെ കഴിഞ്ഞ് പൊടിച്ച് ഇവിടെ തിരിച്ചു വരുമ്പോഴും ഈ വീടില്ലാത്ത 6 കുടുംബക്കാരും അവരെ പോലെ തന്നെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ ചെന്ന് നിൽക്കുന്ന ഈ 6 പാവപ്പെട്ട കുടുംബങ്ങളും വീടില്ലാതെ ഇരിക്കുമ്പോൾ ഇവർ സുഖിക്കാൻ അട്ടഹസിച്ച സഭയുടെ ചെലവിൻ്റെ പേരിൽ പോവുകയാണ്. എന്തിനു വേണ്ടി പോകുന്നു? അയാൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അറിയാം, എനിക്കറിഞ്ഞു. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ലോകം, നമ്മോടൊപ്പമുള്ളവർ, നിങ്ങളെ കാണുന്നവർ, നിങ്ങളെ അറിയുന്നവർ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക, നിങ്ങൾ ഓരോരുത്തരും ജീവനുള്ള ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. അത് മഞ്ഞപ്പത്രമാകരുത്, തെളിവുള്ള, വൃത്തിയുള്ള, അന്തസ്സുള്ള നല്ല പത്രമായി രൂപാന്തരപ്പെടേണ്ടിയിരിക്കും. അതിന് നിങ്ങളുടെ ജീവിത വസ്ത്രത്തിൽ
കറ പുരളാൻ അനുവദിക്കരുത്. എത്രയൊക്കെ വിശുദ്ധിയോടെ ജീവിച്ചാൽ അവൻ്റെ ഒരു വിശുദ്ധി എന്നെങ്കിലും പറയാത്തവരുണ്ടാകില്ല. കളിയാക്കുന്നത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, അവൻ്റെ ജന്മം ശരിയല്ലാത്തതുകൊണ്ടാണ്. അവർ കളിയാക്കിക്കോട്ടെ, ശ്രദ്ധിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഈ വെള്ളവസ്ത്രത്തെ അല്ലെങ്കിൽ ജീവിത വിശുദ്ധിയെ ഏറ്റവും വേഗത്തിൽ വെറുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അവർ വെറുക്കുന്നത്? അവർ വെറുക്കുന്നതിൻ്റെ ഏക കാരണം ഒന്നേ ഉള്ളൂ, ജീവിതത്തിൽ കറ പുരണ്ടവർ. ജീവിതത്തിൽ കറ പുരണ്ടു പോയി കഴിഞ്ഞാൽ അവൻ മറ്റുള്ള വിശുദ്ധനെ അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത വസ്ത്രത്തിൽ കറ പുരളാതെ ശ്രദ്ധിക്കുക. ഈ ജീവിത വസ്ത്രത്തിൽ കറ പുരളാതെ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വെള്ളവസ്ത്രത്തോട് എതിർപ്പുണ്ടാകുകയില്ല, വെറുപ്പുണ്ടാകുകയില്ല. നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ, അത് നിന്റെ ജീവിത വസ്ത്രമാണ്. ആ ജീവിത വസ്ത്രം വളരെ കൃത്യമായി വൃത്തിയായി സൂക്ഷിക്കുക. ദൂതന്മാരുടെ വസ്ത്രം വെള്ളയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, മത്തായി 28:3. ഇനി ജയിക്കുന്നവന് വെള്ളവസ്ത്രം ലഭിക്കും. ജയിക്കുന്നവനെ, കർത്താവിനോട് കൂടെ നടക്കുന്നവരുടെ വസ്ത്രം വെള്ളയാണ്. വെളിപ്പാട് 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും അവിടെ അത് തന്നെയാണ് പറയുന്നത്. ജയിക്കുന്നവന് വെള്ളവസ്ത്രം കൊടുക്കും. അപ്പോൾ വിശുദ്ധനുള്ളവനാണ് വെള്ളവസ്ത്രം. വിശുദ്ധനായിരിക്കണം എന്ന് ചുരുക്കം. വിശുദ്ധിയുടെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം പോയാൽ അതൊക്കെയും നിമിത്തം, ദൈവത്തിന് ഹിതകരമല്ലാത്ത വഴിയിൽ നടന്നതൊക്കെയും നിമിത്തം ന്യായവിധിയിലേക്ക് നടത്തപ്പെടും. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ എവിടെ പോയായിരുന്നു? ശാലം കോൺഗ്രസ് വാങ്ങിക്കാൻ പോയത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. കോൺഗ്രസിൻ്റെ അന്നത്തെ ചിഹ്നമായിരുന്നു മുഖം വെച്ച കാള. ഈ കാളയെ കൊന്ന് ഇറച്ചി കൊടുക്കുന്നത് അവിടെയൊക്കെ ഞായറാഴ്ചയാണ് രാവിലെ. അപ്പോൾ എവിടെ പോയതാ? കോൺഗ്രസ് വാങ്ങിക്കാൻ പോയതാ. ഇത് വാങ്ങിച്ച് കപ്പയൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും 10 മണിയാകും. പിന്നെ പള്ളി വരാൻ നേരമില്ല. അടുത്ത ആഴ്ച പോവാം. ഇങ്ങനെ പലപ്പോഴും നീണ്ടു പോയി അവസാനം ദുഃഖ വെള്ളിയാഴ്ച ഒരു ദുഃഖിക്കാനായിട്ടൊരു വരവുണ്ട്. അന്ന് വലിയ നെറുവിളിയും കുമ്പസാരവും പ്രാർത്ഥനയും കൈയെടുത്ത്, എന്നിട്ട് അന്ന് ദൈവത്തോടും, ദൈവമേ ഇനി വരാതിരിക്കാനുമായിട്ടുള്ള ഇടയുണ്ടാകല്ലേ എന്ന്. നീ വരാതിരിക്കണമെങ്കിൽ നീ പട്ടിണി കിടക്കണം. നിനക്ക് പട്ടിണി ഉണ്ടാകണം. അപ്പോൾ കോൺഗ്രസ് വാങ്ങിക്കാൻ പോകില്ല. എന്തായാലും നീ വരൂ, പള്ളിയിൽ വരൂ. ആ അവസ്ഥ ദൈവം നിങ്ങളിൽ ഉണ്ടാക്കാതിരിപ്പാൻ എബ്രായ ലേഖനത്തിൽ നിന്ന് വളരെ പറയുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി കരുതാതിരിക്കുക. മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി, മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി, മനസ്സുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. പക്ഷെ വചനം ഇതാണ്, നിങ്ങളുടെ സഭായോഗങ്ങളെ അലക്ഷ്യമായി ഉപേക്ഷയായി കരുതരുത്. സാർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു ദിവസം ഒരു സഭായോഗം ഒഴിവാക്കിയാൽ 1000 ദിവസത്തെ 3-3.5 വർഷം എന്ന് സാർ പറഞ്ഞു. നമ്മളിതൊക്കെ കേട്ട് കഴിയുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ അങ്ങനെയൊക്കെ പറയും. ചിലർ മനസ്സിൽ ഉടനെ തന്നെ തീരുമാനം, ഞാൻ ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും വരും. എനിക്കൊരു സഹോദരനെ അറിയാം, വളരെ കൃത്യമായി അടുത്തറിഞ്ഞ ഒരു സഹോദരൻ. ഇദ്ദേഹത്തെ ഒരു ദിവസം സഭയിൽ ഒരു ഉപദേശം ഒന്ന് പ്രസംഗിച്ചു ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ അയാൾ ഒരു തീരുമാനമെടുത്തു, ഇനി മുതൽ ഞാൻ പള്ളി വരുമ്പോൾ എൻ്റെ പോക്കറ്റിലുള്ള ഏറ്റവും വലിയ തുക ഏതാണോ അത് ഞാൻ കർത്താവിന് സമർപ്പിക്കും. വീട്ടിൽ ചെന്ന് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഈ വീട്ടിൽ നിന്ന് എത്ര പേര് പോകുന്നുണ്ട്, പള്ളി പോകുന്നുണ്ട്, നമുക്കെല്ലാവർക്കും കൂടെ ഒരാഴ്ചയിൽ ഈ വലിയ തുക തന്നെ ഇടണമെങ്കിൽ എത്ര രൂപ വേണം? ഒരു ദിവസം പണിക്ക് പോയാൽ കിട്ടുന്നത് എത്രയാ? പിന്നെ നിങ്ങളെന്തിനാ ഈ തീരുമാനമൊക്കെ എടുക്കാൻ പോയേ? അതിന് പണിയുണ്ട്. പിറ്റത്തെ ആഴ്ച മുതൽ ഇയാൾ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ 2-ന്റെ 1-ന്റെ നോട്ടല്ലാതെ അതിന് മുകളിലേക്കുള്ള പോക്കറ്റിൽ കൊണ്ടിറക്കുകയല്ല. ഈ 2-ന്റെ 1-ന്റെ നോട്ട് മാത്രമേ കൊണ്ടുപോകുള്ളൂ. അതിലേറ്റവും വലുത് 2. ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ഈ ഓരോ രൂപയുടെ നോട്ടും കൊടുത്തിട്ടുണ്ട്. തീരുമാനമെടുത്തതുകൊണ്ട് ഞാൻ എൻ്റെ പോക്കറ്റിലുള്ള ഏറ്റവും വലിയ തുക കർത്താവിന് കൊടുക്കും. പക്ഷേ നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് അങ്ങ് പോയി. ഇവൻ വിചാരിച്ച കർത്താവ് വെറും മണ്ടനാണെന്ന്.
ഒരിക്കൽ ഇയാളോട് ഒരാൾ കുറേ പണം കടം വാങ്ങിച്ചിട്ട് 1000 രൂപ. പള്ളിയിൽ പോകുമ്പോൾ സഭാ ഹാളിലേക്ക് പോകുമ്പോൾ സഭാ ഹാളിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ നടന്നാൽ സഭാ ഹാളായി. അത്ര അടുത്തെത്തി. അപ്പോഴാണ് ഇയാൾ കൊണ്ടുവന്ന് 1000 രൂപയും കൊടുത്തത്. 100ൻ്റെ 10 നോട്ട് ഇയാൾ വാങ്ങിച്ചു, പോക്കറ്റിൽ വെച്ചൊന്ന് ചിന്തിച്ചു, അപ്പാടാ 100. തിരിച്ചു വീട്ടിൽ പോയി. ആളൊന്നും വെള്ളി വന്നില്ല. ഇതായിരിക്കരുത് നമ്മുടെ വിശ്വാസം. കയറി ചുമ്മാ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തിട്ട് പിന്നെ ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരനാകാൻ ഇടയാകും. നീ തീരുമാനമെടുക്കാൻ ദൈവം നിന്നോട് പറഞ്ഞില്ല. നീ നേർന്നു എങ്കിൽ നേർന്നത് നിവർത്തിക്കുക എന്നാണ് വചനം പറയുന്നത്. നേരാതിരിക്കുന്നത് ഉചിതം. നേർന്നു എങ്കിൽ നേർന്നത് നിവർത്തിക്കാം. തരാം എന്ന് പറഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കുക. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, സങ്കീർത്തനം 15-ാം അധ്യായത്തിൽ. അവനെയാണ് ദൈവത്തിന് ആവശ്യം. കാണുമ്പോൾ ഒരാവേശത്തിന് കയറി എന്തെങ്കിലും പറയുക, ആവേശത്തിന് കയറി എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കുക, എന്നിട്ട് ദൈവത്തിന് കുറ്റം വയ്ക്കുക. ദൈവമല്ല കുറ്റക്കാരൻ, നീയാണ് കുറ്റക്കാരൻ. നിന്റെ മനസ്സിനെ നിനക്ക് ഇതാക്കാൻ പറ്റാത്തത് കൊണ്ട് നീ തെറ്റിപ്പോയി. അതിന് ദൈവത്തിനാണ് കുറ്റം. നിന്റെ വസ്ത്രം, ജീവിത വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയുള്ളതായിരിക്കട്ടെ. വിശുദ്ധന്മാരുടെ വസ്ത്രമാണ് വെള്ള. വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വസ്ത്രമാണ് വെള്ള. ദൂതന്മാരുടെ വസ്ത്രം വെള്ളയാണ്. ജയിക്കുന്നവൻ്റെ വസ്ത്രം വെള്ളയാണ്. നിങ്ങളെപ്പോഴും വെള്ള വസ്ത്രം വചനത്തിൽ പറയുന്നുണ്ട്. എന്ത് ധരിക്കണം? ആഭരണം ധരിക്കരുത്. പൊതുവായ പെന്തക്കോസ്തു കോളത്തിലൊരു ധാരണയാണ്. ഞാൻ ആ കാര്യത്തോട് എതിരാണ്. എനിക്ക് ആ കാര്യത്തോട് അഭിപ്രായമില്ല. യോജിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. നീക്കിക്കളയേണ്ട ആഭരണങ്ങളൊന്നും നീ നീക്കിക്കളയാവോ? അത് കളയില്ല. ഈ മഞ്ഞലോഹത്തോട് എന്തിന് എത്രമാത്രം പിണക്കം? നീക്കിക്കളയേണ്ടതായ ആഭരണങ്ങൾ ഡംഭം, ഗർവം, അഹങ്കാരം, കൂടിയ അലങ്കാരം, എന്തെല്ലാം 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 നീക്കിക്കളയേണ്ടിയിരിക്കുന്നു. അതെല്ലാം ആഭരണമായിട്ട് അണിഞ്ഞുകൊണ്ട് വലിയ ഗമയോടെ നടക്കുമ്പോൾ ആഭരണമില്ലാതെ നടക്കുന്നതും ഒരു ഫാഷനായി. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം മറ്റുള്ളവരോടുള്ളത്, ഈ തുളയില്ലാത്തയിടത്തേക്ക് തുളയുണ്ടാക്കി അതിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് നടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഒത്തിരി കോരിക്കോരി ധരിക്കുന്നതിനോടും അത്ര അഭിപ്രായമൊന്നുമില്ല. ഒരിക്കൽ പത്രത്തിൽ വായിച്ചതാണ്, ഇവിടെ കുതിരാൻ മലയുടെ അവിടെ ഒരാൾ ഒന്ന് കൈ കാണിച്ചു കാറ് പോയപ്പോൾ. അപ്പോൾ ഈ അമ്പലമൊക്കെ ആയതുകൊണ്ട് വല്ല സന്യാസിയോ അങ്ങനെ വല്ല ദൈവഭക്തനും ആയിരിക്കും, സ്വാമി ഭക്തനായിരിക്കും എന്നും വെച്ചുകൊണ്ട് അവർ വണ്ടിയുടെ പുറയിൽ കയറ്റി, ഭാര്യയും ഭർത്താവും കൂടെ വണ്ടിയെ കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വണ്ടിയുടെ മുകളിൽ ഇതറിയാൻ വേണ്ടിയിട്ടൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ആ കണ്ണാടിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പുറകിലിരിക്കുന്നവൻ്റെ പൊതിക്കറ്റ് അയച്ചപ്പോൾ അതിൻ്റെ അകത്ത് കയ്യ് ഒക്കെ വെട്ടി വെച്ചിരിക്കുന്നു, കാതും കയ്യും. ഇവർ കണ്ട് പേടിച്ചിട്ട് ഭർത്താവിനോട് സ്വകാര്യത്തിൽ പറഞ്ഞു, നേരെ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോളാം. അങ്ങനെ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൂടെ ഏൽപ്പിച്ചു എന്നും, അന്നത്തെ കാലത്ത്, അന്ന് ഞാൻ പാലക്കാട്ടിലേക്ക് ആദ്യത്തെ പ്രാവശ്യം മറ്റോ വരുന്നത് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്, ഇതെല്ലാം ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ടെന്നുള്ള സംഭവം കണ്ടില്ല. ഈ അവസ്ഥ ഉണ്ടാകാൻ വിട്ടുകൊടുക്കരുത്. ഇപ്പോൾ വിട്ടുകൊടുക്കുന്നില്ല. സഹോദരിമാരൊക്കെ വലിയ ഈ വണ്ണമുള്ള മാലയാണ് കഴുത്തിലിട്ടിരിക്കുന്നത്. ഈ മോട്ടോർ സൈക്കിളിൽ പോയി ആൾക്കാർ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നുള്ള ഒരു പേടിയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോകൂടാന്ന് പറഞ്ഞുകൊണ്ട് അവരിട്ടുകൊണ്ട് കിടക്കുന്നത്. കാരണം എന്താ? ഇത് മുഴുവൻ മുക്ക, ഒന്നിനും കൊള്ളുക. ഈ ഒന്നിനും കൊള്ളുകയാത്ത സാധനം ധരിക്കരുത്. കൊള്ളാവുന്നത് ധരിക്കുക. അത് വൃത്തിയുള്ളതായിരിക്കണം, അധികമാകരുത്. അല്പമാകുന്നതിൽ കുഴപ്പമില്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെങ്കിലും ശരി, വചനം നോക്കിയിട്ട് ഞാൻ അങ്ങനെ കണ്ടുള്ളൂ. ധരിക്കരുതാത്ത ആഭരണങ്ങൾ, അതിനെക്കുറിച്ച് നീണ്ട ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് ഞാനിവിടെ ഒരിക്കൽ കുറിച്ച് വെച്ചിട്ട് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട്, ആഭരണത്തിൻ്റെ ഭാരം എന്ന് ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിലുണ്ടാകും. ഇത് മാറ്റാതെ നീ എന്തൊക്കെ ഇട്ടാലും, എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പ്രസംഗിച്ചാലും, ദൈവം മുൻപാകെയുള്ള നിന്റെ പൊങ്ങച്ചം പറച്ചിലും,
നീ വാവിഷ്ഠാനക്കാരനായിരിക്കുന്നതും അന്യദൈവങ്ങളെ രഹസ്യമായി ആരാധിക്കുന്നതും ആ കാര്യങ്ങളെല്ലാം നിന്നെ മനസ്സിൽ സൂക്ഷിക്കുന്നതും, അയ്യോ അത് തെറ്റാണ്, ചെയ്യരുത്, നീ ആഭരണധാരിയാണ്. ദുഷാഢ്യം നിമിത്തം അവർ ആഭരണം ഉപേക്ഷിച്ചു എന്ന് വചനത്തിൽ കാണുന്നു. ദുഷാഢ്യം നിമിത്തം. അപ്പോൾ ഈ ദുഷാഢ്യം മാറ്റേണ്ട ഒരു വിഷയമാണ്. ദുഷാഢ്യം ഉള്ളവനായിരിക്കരുത്. നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. വെള്ള വസ്ത്രം ഇല്ലാത്തവൻ ദൈവസന്നിധിയിലേക്ക് എത്തില്ല. നിന്റെ ജീവിത വസ്ത്രത്തിൽ കറ പുരളാൻ അനുവദിക്കരുത്. അത് പരിശുദ്ധമായിരിക്കുക. ആ പരിശുദ്ധിയോടെ ജീവിപ്പാൻ എന്നെ കേൾക്കുന്നവർ ഉത്സാഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം. നിങ്ങൾ പാപലോകത്തിൽ കിടന്നവനാണ്. ആ പാപലോകത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം നിങ്ങൾക്കായി ചിലവിട്ടത് ചെറിയ തുകയല്ല, ഒരു വലിയ തുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രൻ്റെ രക്തം. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അന്ധകാരത്തിലായിരുന്നുവെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ച് പ്രകാശത്തിലാക്കിയിരിക്കുന്നുവെങ്കിൽ അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ നാമത്തെ ഘോഷിക്കുക എന്ന്. ആ ഘോഷിക്കുന്നവൻ്റെ വസ്ത്രം, ജീവിത വസ്ത്രം, ദൈവം വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് പറഞ്ഞ ദൈവം നിങ്ങളുടെ ശരീരം വിശുദ്ധമായിരിക്കണമെന്നല്ല, നിങ്ങളുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം, നിന്റെ പ്രവൃത്തി വിശുദ്ധമായിരിക്കണം, നിന്റെ ചിന്ത വിശുദ്ധമായിരിക്കണം, ദൈവത്തോടുള്ള ഇടപെടൽ വിശുദ്ധമായിരിക്കണം, എല്ലാം വിശുദ്ധമായി. ഇസ്രായേൽക്കാരനൊരു ന്യായപ്രമാണം ഉണ്ടായിരുന്നു, യാഗം കഴിക്കണം. ആ യാഗവസ്തുവിൻ്റെ പ്രത്യേകത ഊനമുള്ളതായിരിക്കരുത്. പാണ്ടും മുടന്തും ഉള്ളതും ചൊറി പിടിച്ചതും ചാകാൻ കിടക്കുന്നതിനെയും കൊണ്ടൊന്ന് യാഗം കഴിക്കാൻ പാടില്ല. അത് നിയമമായിരുന്നു. നല്ലതായിരിക്കണം, ഊനമറ്റതായിരിക്കണം, എല്ലാം വൃത്തി നന്നായിരിക്കണം. പക്ഷേ പിൽക്കാലത്ത് വന്നപ്പോൾ മനുഷ്യൻ ഈ നല്ലതിനേക്ക് അങ്ങ് മാറ്റിവെച്ചു. എന്നിട്ട് ഈ ഊനമുള്ളതിനെ കണ്ടെന്ന് പേരിനൊരു യാഗം കഴിക്കലായി. അത് ദൈവത്തിന് വെറുപ്പായി. നീ ചെയ്യുന്നു എങ്കിൽ സ്വന്തം മനസ്സോടെ സന്തോഷത്തോടെ ചെയ്യുക. കർത്താവ് പറഞ്ഞു, അല്ല അപ്പസ്തോലൻ പറഞ്ഞു, സന്തോഷത്തോടെ ചെയ്യുന്നവനെ, നിർബന്ധത്താലല്ല, മറ്റുള്ളവരുടെ ഇതുകൊണ്ടല്ല, സങ്കടത്തോടെയും ചെയ്യരുത്. ചെയ്യുന്നുവെങ്കിൽ സന്തോഷത്തോടെ ചെയ്യുക. സന്തോഷത്തോടെ ചെയ്യുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നീ ദൈവം മുൻപാകെ നടക്കുന്നത് സന്തോഷത്തോടെയാണോ? പൂർണ്ണ മനസ്സോടെയാണോ? പ്രാഗൽഭ്യത്തോടെയാണോ? എങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ക്രിസ്തീയ ജീവിതം. ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥവും പരമാർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് മാന്യമായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ വസ്ത്രം നിങ്ങൾക്ക് ധരിക്കും, ഈ ഉടുത്തിരിക്കുന്ന ഷർട്ടും മുണ്ടുമായി ഞാൻ ഈ വെള്ള വസ്ത്രം അല്ല. ഉള്ളം വെള്ളമാണെങ്കിൽ അവൻ പുറത്തു വരുമ്പോഴും മറ്റുള്ള സമയത്തും വെള്ള തന്നെയായി ഇഷ്ടപ്പെടുത്തും. കത്തോലിക്ക പള്ളിയിലും യാക്കോബ പള്ളിയിലും മർത്തോമ പള്ളിയിലും ഒക്കെ കുർബാന കാണാൻ പോയിട്ട് വരുന്ന അമ്മച്ചിമാരൊക്കെ വിശുദ്ധമാരാണെന്ന് ഞാൻ അംഗീകരിക്കുക. എൻ്റെ ചെറുപ്പകാലത്ത് മുക്കത്ത് മാത്തു ഉപദേശി എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ഉപദേശിയ, മർത്തോമയിലെ ഉപദേശിയ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചേച്ചമ്മ എന്ന അമ്മച്ചിയുടെ പേര് ചേച്ചമ്മ എന്നായിരുന്നു. അയ്യോ, അവർ മരുമക്കളെ പെടുത്തുന്ന പാട്. പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് അയ്യോ കർത്താവേ എന്ന് പറഞ്ഞ് വിളി കേട്ട് കഴിഞ്ഞാൽ ഇവരെ പോലെ പരിശുദ്ധിയുള്ള ഒരു സ്ത്രീ വേറെ ഇല്ലാന്ന് തോന്നുന്നു. മാത്തുപദേശിയുടെ ഭാര്യ. പക്ഷേ വീട്ടിൽ ചെന്നാൽ തനി പിശാചിൻ്റെ ആൾ രൂപം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വീട്ടിൽ വന്ന് പലപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ചേച്ചമ്മ വലിമിച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കഴിഞ്ഞകാല ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർക്കും. അവരും വെള്ളയായിരുന്നു ഉടുത്തിരുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെള്ള ഇല്ലായിരുന്നു. അവിടെ ഇരുണ്ടതായിരുന്നു. മറ്റുള്ളവരുടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ വെള്ള ഉടുത്തു. അങ്ങനെ ചെയ്യരുത്. വെള്ള ഉടുക്കുന്നുവെങ്കിൽ നിന്റെ ജീവിത നിന്റെ ശരീരത്തിലുള്ള വസ്ത്രം മാത്രമല്ല, നിന്റെ ജീവിതമാകുന്ന നിന്റെ വസ്ത്രം, നിന്റെ ഹൃദയം, അവിടെ വിശുദ്ധി ഉണ്ടായിരിക്കണം. അവിടെ വെള്ളയായിരിക്കണം. അവിടെ നീ നല്ലവനായി ദൈവം മുൻപാകെ ദൈവം നിന്നെ വിളിച്ച് വിസ്തരിക്കുമ്പോൾ, നീ എന്നോട് കണക്ക് ചോദിക്കുമ്പോൾ
അതിൻ്റെ ഉത്തരം പറയുമ്പോൾ വളരെ കൃത്യമായ ഉത്തരം കൊടുക്കുവാൻ പ്രാപ്തനായിരിക്കും. ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കാനുള്ള ഇടവരരുത്. ചിലരോട് ദൈവം കണക്ക് ചോദിക്കും, നീ എന്തു ചെയ്തു? അപ്പോൾ ഉത്തരവില്ല, മിണ്ടാട്ടം മുട്ടി എന്താ സംഭവിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ മിണ്ടാട്ടം മുട്ടിപ്പോയാൽ എന്തു സംഭവിക്കും? ഇവനെ കൈയും കാലും കെട്ടി എരിയുന്ന തീച്ചുളയിൽ കളിക്കളയാം. അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടാകും. അതായിരിക്കരുത് നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ. പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഇവിടെ കയറി വരുവീൻ എന്ന ദൈവശബ്ദം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ, ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലുവാൻ ജീവിത വസ്ത്രം വെള്ളയുള്ളതായിരിക്കട്ടെ, നിന്റെ വസ്ത്രം വെള്ളയായിരിക്കട്ടെ, ജയിക്കുന്നവൻ്റെ വസ്ത്രമായിരിക്കട്ടെ, വിശുദ്ധൻ്റെ വസ്ത്രമായിരിക്കട്ടെ. നിന്റെ സഭായോഗങ്ങളെ അലക്ഷ്യമാക്കാതെ, ഉപേക്ഷയായി കരുതാതെ, ദൈവത്തിന് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്ത്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ദൈവത്തിന് സ്തോത്രം.